കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കിന്ന് ഒരുമിച്ച് ഈ ബുധനാഴ്ച ദൈവസന്നിധിയിൽ കൂടുവാൻ ഇന്നത്തെ ഈ ദിവസം അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി. എനിക്ക് വേണ്ടി കർത്താവുണ്ടെന്ന് വാകൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞേ. ഞാൻ ഭയപ്പെടത്തില്ല, ഭാരപ്പെടത്തില്ല. അസാധ്യതകൾ ഒത്തിരി ഉണ്ട് മുമ്പിൽ, പക്ഷേ അസാധ്യതകൾ നോക്കിയിരിക്കാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി കർത്താവുണ്ടെന്ന് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്താൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും ഇന്നത്തെ ദിവസം ഒരു ജയത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം അത്ഭുതത്തിൻ്റെ ദിവസമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പരീക്ഷ അനുഭവിക്കുന്ന, പല രീതിയിൽ പരീക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി എങ്ങനെ എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ സമാധാനമില്ലാതെ ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നുപോയ ആയിരിക്കും എന്ന് എന്നെ കേൾക്കുകയാണ്. ആമേൻ. ഇന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആമേൻ, പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം സ്നേഹിച്ചത് പുത്രനെ വില കൊടുത്ത്, അല്ലെങ്കിൽ ദൈവം എന്നെ നിങ്ങളെയും മക്കളാക്കി മാറ്റിയത് സ്വന്തം പുത്രനെ നൽകി വില കൊടുത്ത്. ആമേൻ. ഈ ഭൂമിയിൽ പാപത്തിലായിരിക്കുന്ന എന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പിതാവാം ദൈവം പുത്രനെ വില കൊടുത്താണ് എന്നെ നിങ്ങളെയും നേടിയത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിക്കുന്ന എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, ആമേൻ. നമുക്കെല്ലാം പ്രയാസമുണ്ട്. എനിക്കും ചില കാര്യങ്ങളൊക്കെ വരുമ്പം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച ഒത്തിരി അവസ്ഥകളുണ്ട്. ഇന്നും ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവവചനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ദൈവം തരുന്ന ദൈവത്തിൻ്റെ വചനം എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവവചനം നിങ്ങൾ പലർ മുഖേന നിങ്ങൾ ദൈവവചനം കേൾക്കുമായിരിക്കും. പക്ഷേ അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും യേശു പറഞ്ഞതുമായ വ്യക്തത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ കഴിവത് കേൾക്കാതിരിക്കുക. ആമേൻ. ഞാൻ പറയുന്നത് വ്യക്തതയില്ലെങ്കിൽ കേൾക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം ദൈവത്തിൻ്റെ വചനം ജീവൻ്റെ വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ദൈവവചനം ആര് വിശ്വസിക്കുന്നവർക്ക് സമാധാനമായി വെളിപ്പെടും, സമാധാനമായി വ്യാപരിക്കും. ഇന്നിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം. എനിക്കറിയാം. ആമേൻ. ദൈവവചനം, ആമേൻ. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ദൈവവചനമേ ശ്രദ്ധിക്കാവുള്ളൂ. മനുഷ്യൻ എഴുതി വെച്ചതോ മനുഷ്യനാൽ നിർമ്മിതമായതോ ആചരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഇതിൽ എഴുതപ്പെട്ടത് നീ വിശ്വസിച്ചാൽ, ആമേൻ, ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം സൃഷ്ടിച്ചതിനെ പല ഭാഗങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി തന്നെ ചിലത് സൃഷ്ടിച്ചു തരും. ആമേൻ. ഞാൻ പറഞ്ഞത്, ഇതിൽ എഴുതി വെച്ചതല്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. ഇതിൽ എഴുതിയിരിക്കുന്നതാണ് സത്യം. ഇതിൽ എഴുതിയിരിക്കുന്ന ആരെങ്കിലും ഏറ്റെടുത്താൽ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന സുവിശേഷമാണ്. ഈ സുവിശേഷത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ആമേൻ. വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? ആമേൻ. ആരും നിന്നെ മൈൻഡ് ചെയ്യാൻ കാണത്തില്ല, ആരും നിൻ്റെ കൂടെ കാണത്തില്ല. പക്ഷേ ഈ കറുത്ത പുസ്തകം, ഈ ബൈബിൾ എടുത്ത ഒരു വ്യക്തിയും നശിച്ചു പോകത്തില്ല. ദൈവവചനത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ പറയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പം യേശു ഈ ഭൂമിയിൽ വന്നത് ജഡരക്തത്തിൽ തന്നെയാണ്. മനുഷ്യൻ്റെ ആമേൻ മറിയയിൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. ആമേൻ. വചനം പറയാണ്, നാം ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ജഡരക്തങ്ങളോട് കൂടി ഇവിടെ വന്നെങ്കിലും വചനം പറയണം, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നോക്കിയേ. മരണത്തിന് അധികാരമുള്ള ഒരു വ്യക്തിയുള്ളൂ, അത് പിശാചാണ്. പാപം, മരണം എന്ന് പറഞ്ഞാൽ പാപമാണ്. ഒരു വ്യക്തി പാപത്തിലായി തീർന്നാൽ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണാവസ്ഥയാണ്. പിശാച് അവൻ്റെ മേൽ അധികാരമെടുത്തിരിക്കുക. അതുപോലെയാണ് മാനവരാശി മുഴുവനും മരണത്തിൻ്റെ കീഴിലാണ്, അതായത് പാപത്തിൻ്റെ കീഴിലാണ്. ഇവിടെ വചനം പറയണം, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ആമേൻ തൻ്റെ മരണത്താൽ നീക്കി
എബ്രായർ 2:14, 15, 16, 17 തൊട്ടുള്ള വാക്യങ്ങൾ മുഴുവൻ. ആമേൻ. വചനം പറയാണ്, അധികാരിയായ പിശാച്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നോക്കിക്കേ, നമ്മളെ എന്ത് ചെയ്തു? യേശു ഈ ഭൂമിയിൽ ജഡത്തിൽ ഇറങ്ങി വന്ന്, ആമേൻ, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് ജഡരക്തങ്ങളോട് കൂടെ തന്നെ അയച്ച്, ആമേൻ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എന്നേക്കുമായി ഇല്ലാതാക്കി. എങ്ങനെ? താൻ മരണം ഏറ്റെടുത്തു. ആമേൻ. നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്ത ഒരുവനേ ഉള്ളൂ, അവൻ്റെ പേര് യേശു എന്നാണ്. എന്തിനാണ് അവൻ മരണമേറ്റത്? എന്നേക്കുമായി നമ്മളെ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ. അപ്പം ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? ആമേൻ, ആമേൻ. ഇത് വിശ്വസിക്കുമ്പോൾ, ഇത് ഏറ്റെടുക്കുമ്പോൾ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നീ വിശ്വസിക്കുന്ന നിമിഷം, ആമേൻ, നിൻ്റെ മരണത്തെ അവൻ എന്നേക്കുമായി നീക്കി. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആമേൻ, ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. നോക്കിക്കേ, മരണത്തിന് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. ആമേൻ. എൻ്റെ നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി ജീവനിൽ വാഴുക എന്നുള്ളതാണ്. താഴോട്ട് വചനം പറയാണ്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷിക്കുവാൻ അത്രേ അവൻ വന്നത്. നോക്കിക്കേ, ആമേൻ. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞത്, ആമേൻ, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ദൈവം, ആമേൻ, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ആമേൻ, സ്വന്തം പുത്രനെ ഈ ഭൂമിയിൽ അയച്ച്, ആമേൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ, ആമേൻ, നീ പരീക്ഷ അനുഭവിക്കുന്ന വിഷയത്തിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വചനം പറയാണ്, താഴോട്ട് പറയാണ്, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. യേശു ഈ ഭൂമിയിൽ ജഡത്തിൽ ഇറങ്ങി വന്ന്, ആമേൻ, നമ്മെപ്പോലെ, ആമേൻ, ഈ ഭൂമിയിൽ ഇറങ്ങി വന്നെങ്കിൽ, ആമേൻ, നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ സകല സാഹചര്യവും അവന് നന്നായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, യേശു അതുകൊണ്ടായി ഭൂമിയിൽ, ആമേൻ, ജഡത്തിൽ ഇറങ്ങി വന്നത്. നിൻ്റെ സകല സാഹചര്യവും, നിൻ്റെ പരീക്ഷ, നിൻ്റെ മേലുള്ള, ആമേൻ, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ ഓരോ കാര്യങ്ങളും കർത്താവിനറിയാം. 18-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നോക്കിക്കേ, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദത്തം എബ്രായ സഭയോട് പൗലോസ് പറയാണ്, അവൻ തന്നെ പരീക്ഷിക്കപ്പെട്ടവനായി ക്രൂശിൽ കയറിയെങ്കിൽ ഇന്ന്, ആമേൻ, പരീക്ഷ അനുഭവിക്കുന്ന ഏതൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ നിനക്ക് വേണ്ടി, നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് എൻ്റെ യേശു ക്രൂശിൽ കയറിയത്. ആമേൻ. നീ തീരത്തില്ല, നീ ഒരു അത്ഭുതമായിരിക്കും. നിനക്ക് വേണ്ടി തന്നെ സ്വർഗം അത്ഭുതം ചെയ്യും. ഇന്ന് ഈ ദിവസം, ആമേൻ, വചനം കേൾക്കുന്ന മുഴുവൻ പേരും പറയാം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പൊന്നുകരം ഉണ്ടെന്നേ. ധൈര്യത്തോടെ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ നീ ധൈര്യത്തോടെ മുമ്പോട്ട് പോയി. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാത്ത ചില വാതിലുകൾ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ലാത്ത ചില വാതിലുകൾ, ആരും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില വാതിലുകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഇന്ന്, ആമേൻ, ഇത് ഏറ്റെടുക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ ഈ ബുധനാഴ്ച ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. ഈ ബുധനാഴ്ച ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്ത നന്മ നിൻ്റെ ജീവിതത്തിൽ ദൈവം, ആമേൻ, പ്രൊവൈഡ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും. ആമേൻ. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, കർത്താവിൻ്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ധൈര്യത്തോടെ ഇരിക്കുക. ആമേൻ. ഇന്ന് ഈ വചനം പറയുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ധൈര്യത്തോടെ ഇരിക്കുക. നമുക്ക് വേണ്ടി ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ, ആമേൻ, പുത്രൻ ഇരിപ്പുണ്ട്. പരീക്ഷ അനുഭവിച്ചവൻ, പരീക്ഷിക്കപ്പെട്ടവൻ, ആമേൻ, ജഡത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവൻ, ജഡരക്തങ്ങളോട് കൂടെ തന്നെ ഇറങ്ങി വന്നവൻ. ആമേൻ. നീ ഭയപ്പെടേണ്ട, നമുക്ക് വേണ്ടി യേശുവുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവുണ്ടെന്നേ, ഞാൻ ഭയപ്പെടത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, ഈ ദിവസം കർത്താവെ, ഒത്തിരി ഭാരത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, ഒത്തിരി ഭയത്തിലിരിക്കുന്നവർ. ഇനി എങ്ങനെ ജീവിതം, എൻ്റെ ജീവിതം മുഴുവൻ പല കാര്യങ്ങളിൽ, ആമേൻ, ആയിപ്പോയി എന്ന് ഭാരപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ ഇന്ന് ഇത് കേൾക്കുന്നുണ്ടല്ലോ കർത്താവെ. ഇപ്പോൾ തന്നെ അപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണം. ഇവർക്ക് വേണ്ടത് പ്രവർത്തിക്കണം. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ അപ്പോൾ നിൻ്റെ, ആമേൻ, ആ സഹായത്തിൻ്റെ കരം, ആമേൻ, ഭവനങ്ങളിൽ, അവരുടെ യാത്രകളിൽ,
അവരിയ്ക്കുന്നിടത്ത് തലമുറയ്ക്ക് വേണ്ടി വരുമാനത്തിൽ, ആരോഗ്യത്തിൽ ഇപ്പോൾ തന്നെ ആമേൻ ഞാൻ എന്തുകൊണ്ട് ഇത്രയും പരീക്ഷ അനുഭവിച്ചുവെന്ന് ഭാരപ്പെടുന്ന, ഇത്രയും ഞാൻ കഷ്ടം അനുഭവിച്ചു എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്ന അനേകരെന്നെ കേൾക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങയുടെ പൊന്നുകരം പ്രവർത്തിച്ച് വലിയൊരു അത്ഭുതം ഇപ്പോൾ തന്നെ അവിടെ സംഭവിക്കട്ടെ. ആമേൻ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. കർത്താവ് ആമേൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അനേകരെ ആശ്വസിപ്പിക്കുന്ന നിലയിൽ അവർക്ക് വേണ്ട ആശ്വാസം കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം. അനേകരെ ഉറപ്പിക്കുന്ന നിലയിൽ, യേശുവിനെ കൊടുത്ത് ഉറപ്പിക്കുന്ന നിലയിൽ ഇവരുടെ അവസ്ഥകളെ കർത്താവ് എടുത്ത് മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവ് ജയത്തോടെ ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കൊണ്ട് കർത്താവ് അങ്ങ് നിറച്ചതിനായി നന്ദി. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു കാര്യത്തിലും സംശയിക്കേണ്ട, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. കർത്താവ് വിശ്വസ്തൻ. പ്രിയമുള്ളവരെ, ആമേൻ. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായും ഇത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. ആമേൻ. നിങ്ങൾ കമൻറ്റുകൾ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ പേജിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാണെങ്കിൽ ഉറപ്പായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ വ്യാഴാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.